നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 28 മാർച്ച് 1 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കി പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഫെബ്രുവരി 28 വെളുപ്പിന് 3:52 AM മുതൽ മാർച്ച് 2 രാവിലെ 7:51 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. മാർച്ച് 2 വെളുപ്പിന് 12:58 AM ശുക്രൻ രാശി മാറുന്നുണ്ട്. അതിനെപ്പറ്റി വേറൊരു വീഡിയോ ചെയ്തിരുന്നു, ദയവായി അത് കാണാൻ ശ്രമിക്കാം. പക്ഷേ ഇതിനകത്ത് നമ്മളത് കാര്യമായിട്ട് പ്രതിപാദിക്കുന്നില്ല. കാര്യം ഏകദേശം അതിൻ്റെ ഒരു കാലയളവ് വളരെ മിനിമമാണ്. അത് മാത്രമല്ല, വെളുപ്പിനാണ് ആ മാറ്റം സംഭവിക്കുന്നത്. അത് കൂടുതൽ പ്രതിപാദിക്കുന്നില്ല അതിൽ. പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ഒരു ആചാരമുണ്ട്. പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയ പരിപാടിയുണ്ട്. അത് നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആണെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് അത് പരിഹരിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ദയവായി ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, ആദ്യം നമുക്ക് രാഹുകാലം നോക്കാം. എല്ലാവരും നോക്കുന്നതാണ്, പക്ഷേ കലണ്ടറിൽ കൃത്യമായിട്ടുള്ള ടൈമിംഗ് അല്ല കിടക്കുന്നത്. രാഹുകാലം ഫെബ്രുവരി 28 രാവിലെ 9:42 AM മുതൽ രാവിലെ 11:11 AM വരെയാണ് രാഹുകാലം. ഫെബ്രുവരി 28 മാർച്ച് 1 അന്ന് ഞായറാഴ്ചയാണ്. അത് കലണ്ടറിൽ കിടക്കുന്നത് 4:30 തൊട്ട് വൈകിട്ട് 4:30 തൊട്ട് 6 മണി വരെയാണ്. പക്ഷേ ശരിക്കുള്ള രാഹുകാലം കറക്റ്റ് ടൈമിംഗ് എന്ന് പറയുന്നത് മാർച്ച് 1 ഞായറാഴ്ച വൈകിട്ട് 5:04 PM മുതൽ വൈകിട്ട് 6:32 PM വരെയാണ് ശരിക്കുള്ള രാഹുകാലം. മാർച്ച് 1 രാഹുകാലത്ത് കഴിവതും യാത്രകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി നമുക്ക് രാശിഫലങ്ങൾ നോക്കാം. 4 രാശിക്കാർക്ക് അത്യാവശ്യം നല്ല ദിവസങ്ങളാണ് ഇത്. അതിൽപ്പെടുന്ന രാശിയാണ് മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം. ഇവർക്ക് ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. അതുകൂടാതെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് 6 ഗ്രഹങ്ങൾ നിൽക്കുന്നു. പ്രതികൂലമായിട്ട് ഏഴശനിയാണ്, അതിൻ്റെ തുടക്കകാലമാണ്. ഓക്കെ, അപ്പോൾ ശനി പ്രതികൂലമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷകൾ സാധ്യതയുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാം. നേരത്തെ പിതൃസ്വത്ത് ലഭിച്ചതിൽ നിന്ന് മോശമല്ലാത്ത കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. തൊഴിൽ ലാഭം, അതായത് ഈ കുംഭമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. മേടം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിരം ആദ്യ 2 പാദം.
ഇടവൻ രാശിക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. കൂടാതെ ചന്ദ്രൻ ഉൾപ്പെടെ 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവുമാണ്. അപ്പോൾ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. കാരണം കർമ്മഭാവത്തിൽ 5 ഗ്രഹങ്ങൾ കൂടിച്ചേർന്നുള്ള ഒരു പ്രത്യേക യോഗമാണ് വരുന്നത് തൊഴിൽപരമായിട്ട്. അതായത് 10ാം ഭാവം എന്ന് പറയുന്നത് കർമ്മഭാവമാണ്, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അവിടെ ചൊവ്വ, സൂര്യൻ, ബുധൻ ഇവ അനുകൂലമായിട്ട് നിൽക്കുന്നു. തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഈ കുംഭമാസം മുഴുവൻ ഇവർക്കുണ്ടാവും. കുംഭം, മീനം മാസങ്ങളിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, ബൗദ്ധിക മേഖലയിൽ നേട്ടം, സാങ്കേതിക രംഗത്ത് മേന്മകൾ. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യവും വിജയിക്കാനുള്ള സാധ്യതയാണ് ഇവർക്കുള്ളത്. ഇടവൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ശനിയും വ്യാഴവും പ്രതികൂലമാണ്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ചെറിയ സാധ്യതകൾ ഭാഗ്യപരീക്ഷങ്ങളിലുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരാം. എങ്കിലും പൊതുവെ അത്ര മെച്ചപ്പെട്ട ദിവസങ്ങളൊന്നുമല്ല. എങ്കിലും ഗുണദോഷ സമ്മിശ്രമാണ് മിഥുനം രാശിക്ക്. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയം, ആയില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. കാരണം അഷ്ടമത്തിൽ സൂര്യൻ, സർപ്പം, ചൊവ്വ ഇത് 3 പ്രതികൂലമായിട്ട് നിൽക്കുന്നു. വ്യാഴവും പ്രതികൂലമാണ് 12ാം ഭാവത്തിൽ. എങ്കിലും ചന്ദ്രൻ അനുകൂലമായിട്ട് നിൽക്കുകയാണ്, സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയാണ് കർക്കിടകം രാശിയിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഇവർക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും. എങ്കിലും ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വരും. എങ്കിലും എല്ലാത്തിനും ഒരു തടസ്സമായിട്ട് നിൽക്കുന്നു. തടസ്സം വന്നേക്കാം. കഴിവതും ഇവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിവതും മാറ്റിവെക്കാം. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ആദ്യപാദം. ചിങ്ങം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രനും പ്രതികൂലമാണ് 12ാം ഭാവത്തിൽ. ആകെയുള്ളത് 11ാം ഭാവത്തിൽ വ്യാഴം ലാഭസ്ഥാനത്ത് അനുകൂലമായിട്ട് നിൽക്കുകയാണ്. എങ്കിലും ഇവർക്ക് 5 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ചന്ദ്രനും പ്രതികൂലമാണ്. അപ്പോൾ മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ദാനധർമാദികൾ ഇവ അനുഷ്ഠിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം മാറുമെന്ന് മാത്രമല്ല ഗുണാധിക്യം നേടിയെടുക്കാം. ഈശ്വരനെടുക്കെ പ്രാർത്ഥിച്ചാൽ ഒന്നും തന്നെ നമുക്ക് നിഷേധിക്കപ്പെടില്ല. തീർച്ചയായിട്ടും ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക.
ചിങ്ങം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവർ മറ്റ് ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കുക. ഇനി കന്നിരാശി. ഉത്രം അവസാന 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ശത്രുക്കൾ നിഷ്പ്രഭരാകും. കാരണം 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിരവധി ഗ്രഹങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ശത്രുക്കളൊക്കെ ഒരു പരിധി നല്ല രീതിയിൽ അവർക്ക് പ്രതികൂലമായിട്ടുള്ള ദിവസം, അത് കന്യാരാശിയുടെ ശത്രുക്കൾക്ക് പ്രതികൂലമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും. ഇവർക്ക് ശനി 7-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വിവേകപൂർവ്വം പരിഹരിക്കുക. കൂടാതെ ശനിയാഴ്ച ദിവസം വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. അവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാം. കുംഭമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽ ലാഭം, പിതൃഗുണം, സന്താന നേട്ടം ഇവ അനുഭവപ്പെടും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്ത് ഉയർച്ച, കൂടാതെ ബൗദ്ധിക മേഖലയിൽ നേട്ടമുണ്ടാവും. പൊതുവെ കന്യരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. 6 ഗ്രഹങ്ങൾ മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലം എങ്കിലും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. സർവവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് മേന്മകൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കുന്നു. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. പ്രതികൂലമായിട്ട് ചൊവ്വയും വ്യാഴവും നിൽക്കുന്നു. അപ്പോൾ ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം പൂരാട ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചന്ദ്രൻ ഇവിടെ പ്രതികൂലമാണ്. ഓക്കെ, അഷ്ടമത്തിൽ ചന്ദ്രൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. ശിവക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക ഈ ദിവസങ്ങളിൽ. അതുപോലെ തന്നെ ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. തീർച്ചയായിട്ടും പിതൃസ്വത്ത് ലഭിക്കാം. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. കുംഭമാസം മുഴുവൻ ഇവർക്ക് പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവയൊക്കെ അനുഭവപ്പെടാം. ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, സർവവിധ സൗഭാഗ്യം. പൊതുവെ ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളെന്ന് പറയാക്കില്ലെങ്കിലും ഗുണാധിക്യമുള്ള ദിവസങ്ങൾ തന്നെയാണ്. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം, ശിഖി ഇവയാണ് പ്രതികൂലമായിട്ടുള്ള നിൽക്കുന്ന ഗ്രഹങ്ങൾ. പ്രതികൂല ഗ്രഹങ്ങളുടെ എണ്ണം കുറയുന്നുണ്ട്. കൂടാതെ ഇനിയിപ്പോൾ ചൊവ്വയും സൂര്യനുമൊക്കെ മീനം രാശിയിലേക്ക് വരുമ്പോൾ
നല്ല കാലം വരുന്നുണ്ട് താമസിയാതെ. അത് മാത്രമല്ല, ഇവർക്ക് ഈ ദോഷാധിക്യം വരുന്ന ഒരു കാലയളവ് തീർന്നു. തൽക്കാലത്തേക്ക് ഇനി ഒരു 3-4 മാസത്തേക്ക് കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അതിന് മുമ്പ് കുറച്ച് കാലമായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറിത്തുടങ്ങി. അത് ഗുണാധിക്യത്തിലോട്ട് വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഇവരേർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യതയുണ്ട്. സാങ്കേതിക രംഗത്ത് മേന്മകൾ, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക, വെള്ളിയാഴ്ച ഗണപതിക്ക് അല്ലെങ്കിൽ ചാമുണ്ടിക്ക് വഴിപാട് നടത്തുക. ഇനി കുംഭൻ രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭൻ രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. എങ്കിലും ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇവയുടെ അനുകൂല ഭാവം കൊണ്ട് ഭൗതിക സുഖങ്ങൾക്ക് ഒരു പരിധിയൊക്കെ നിശ്ചയിക്കപ്പെടാമെങ്കിലും ഭൗതിക സുഖങ്ങൾ ലഭിക്കാം. ബന്ധങ്ങൾ ഒരു പരിധിവരെ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. തീർച്ചയായിട്ടും ഇവർക്ക് 6 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. 5 പാപഗ്രഹങ്ങൾ പ്രതികൂലമാണ്. അപ്പോൾ ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ശനിയാഴ്ച ഇവർ തീർച്ചയായിട്ടും ശിവന്, അയ്യപ്പന്, ശനിക്ക് വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക. പൊതുവെ കുംഭൻ രാശിക്ക് അത്ര ഗുണകരമായിട്ടുള്ള ദിവസങ്ങളല്ല. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാറ്റിവെക്കുക. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്തിട്ടാതി രേവതി. മീനം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. കാരണം 4 പാപഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ചൊവ്വ, സൂര്യൻ, സർപ്പം ഇവ 12ാം ഭാവത്തിൽ ബുധനോടൊപ്പം പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനി ജന്മശനിയായിട്ട് തുടരുന്നു. അപ്പോൾ ശനിക്ക് ശിവന്, അയ്യപ്പന് വ്രതമെടുത്ത് ശനിയാഴ്ച വഴിപാടുകൾ നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ധനവരവൊക്കെ ഉണ്ടാവും, പക്ഷേ അതിനൊക്കെ തടസ്സങ്ങളായിരിക്കും പൊതുവെ കാണുന്നത്. മീനം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം. ഇനി നമുക്ക് ഭാഗ്യ നിറങ്ങൾ നോക്കാം. 28-ാം തീയതി ശനിയാഴ്ച, ഫെബ്രുവരി 28 ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല. മാർച്ച് 1-ാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ബ്രഹ്മമുഹൂർത്തം നോക്കാം. ഫെബ്രുവരി 28-ാം തീയതി ബ്രഹ്മമുഹൂർത്തം രാവിലെ 5:09 AM മുതൽ 5:57 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. ഫെബ്രുവരി 28-ന് മാർച്ച് 1-ാം തീയതി രാവിലെ 5:08 AM മുതൽ രാവിലെ 5:56 AM വരെയാണ് മാർച്ച് 1-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം ഫെബ്രുവരി 28, മാർച്ച് 1 തീയതികളിൽ ഉച്ചയ്ക്ക് 12:15 PM മുതൽ ഉച്ചയ്ക്ക് 1:02 PM വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. ഫെബ്രുവരി 28, മാർച്ച് 1 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തുക. പിന്നെ
നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം. 28/2/2026 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 8, 2, 9, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 1, 3/2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 1, 3, 2, 9, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.